ദുരന്തർ 1 കഷ്ടപ്പെട്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. കാരണം അധികം തിയേറ്റർ ഇല്ലായിരുന്നു. ആ സിനിമ 1400 കോടിയോളം GCC ഇല്ലാഞ്ഞിട്ട് പോലും 1400 കോടിയോളം കളക്ട് ചെയ്ത സിനിമയാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനം. പിന്നെ ദുരന്തർ 2 വരുമ്പോൾ അതിൻ്റെ ഏറ്റവും ഗംഭീരം എന്ന് പറയുന്നത് നമുക്കറിയാം, രൺവീർ സിംഗ് എന്ന് പറയുന്ന ഒരു നടന്റെ അസാധാരണമായ ഒരു ഉദയമാണ്. ഇവിടുന്ന് വേറൊരു റേഞ്ചിലേക്കാണ് രൺവീർ സിംഗ് മാറിയിരിക്കുന്നത്. മാധവൻ അതിനകത്തെ ക്യാരക്ടേഴ്സ് എല്ലാം, പിന്നെ ആദിത്യ ദർ, നമുക്കൊന്നും പറയാനില്ല. അതിഗംഭീര ഡയറക്ഷൻ. എന്തൊരു മനുഷ്യനാണ്. ഒരുപക്ഷെ രാജമൗലിയോടോ പ്രശാന്ത് നീലിനോടോ ഒക്കെ കിടപിടിച്ചിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. 100% ഉറി കഴിഞ്ഞിട്ട് ദുരന്തർ 1, ദുരന്തർ 2 3 സിനിമ ചെയ്തിട്ടുള്ളൂ. 3ഉം അതിഗംഭീര സിനിമ. ഈ സിനിമ ഏറ്റവും വലിയ വിജയത്തിലേക്ക് നീങ്ങുകയാണ്. അടുത്ത ദിവസം, അതായത് വെള്ളിയാഴ്ചയോളം ഏകദേശം ഇത് നമുക്ക് വേൾഡ് വൈഡ് കളക്ഷൻ വരുമ്പോൾ 1000 കോടി എന്ന് പറഞ്ഞാൽ വലിയൊരു മൈൽ സ്റ്റോൺ ആണ്. 1000 കോടി നേടുന്ന ചിത്രമായിട്ട് മാറുകയാണ്. അന്നേരം GCC ഇല്ല ഇതിനകത്ത് കളക്ഷൻ എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ. GCC കളക്ഷൻ ആണ് ചിലപ്പോൾ ഒരു 1200 1250 ഒക്കെ നേടാവുന്ന കളക്ഷൻ തന്നെയാണ് ദുരന്തർ 2. കാരണം അതുപോലെ എടുത്തു വെച്ചേക്കുന്ന മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് എന്ന് നമുക്ക് പറയാവുന്നൊരു സിനിമ. ഇനി നമ്മളിപ്പം രാഷ്ട്രീയ പ്രൊപ്പഗണ്ട എന്തൊക്കെയാണെങ്കിലും ആ പടം എടുത്ത് വെച്ചേക്കുന്ന രീതി ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് എടുത്തു വെച്ചേക്കുന്നത്. ഇനി ഇതിനകത്ത് ഏറ്റവും വലിയ റെക്കോർഡ് പണി കേരളത്തിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത ഹിന്ദി സിനിമ, ബോളിവുഡ് സിനിമ എന്ന് പറയുന്നത് ഷാരൂഖ് ഖാന്റെ ജവാനായിരുന്നു. ശനിയാഴ്ചയോടുകൂടി ഇപ്പോഴത്തെ ട്രാക്കേഴ്സ് പറയുന്ന രീതി അനുസരിച്ച് ശനിയാഴ്ചയോടുകൂടി കേരളത്തിലെ നമ്പർ 1 സിനിമ, ബോളിവുഡ് സിനിമ, ഹിന്ദി സിനിമ എന്ന് പറയുന്നത് ദുരന്തർ 2 ആയിട്ട് മാറും. അന്നേരം കളക്ഷനുകൾ, റെക്കോർഡുകൾ ഇങ്ങനെ മാറി പോവാണ്. ഇപ്പോഴും ഓരോ മണിക്കൂറും 40,000 45,000 ടിക്കറ്റാണ് ഇപ്പം ബുക്ക് മൈ ഷോയിലൂടെ തന്നെ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ദുരന്തർ എന്ന് പറയുന്നത് ദുരന്തർ 1ഉം 2ഉം ബോളിവുഡിൽ എന്തായാലും ഒരു ചരിത്രം തന്നെ സൃഷ്ടിച്ചു.